മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു യുദ്ധക്കളമാക്കാൻ കോപ്പുകൂട്ടുന്ന അമേരിക്കയുടെ ഇറാൻ അജണ്ടകൾ വെറും ദിവാസ്വപ്നമായി മാറുകയാണോ? ഇറാൻ ഭരണകൂടത്തിന്റെ അട്ടിമറി ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ എത്രത്തോളം വിഡ്ഢിത്തമാണെന്ന് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ മുന്നറിയിപ്പുകൾ ഉയരുകയാണ്. അമേരിക്കയുടെ മുൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ റിട്ടയർഡ് അഡ്മിറൽ മൈക്ക് മുള്ളൻ തന്നെ ഈ നീക്കങ്ങളെ അപകടം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇറാനിലെ നിലവിലെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്നത് അമേരിക്ക കരുതുന്നത് പോലെ എളുപ്പമല്ലെന്നും മുൻകാലങ്ങളിൽ അധിനിവേശങ്ങളിലൂടെ അമേരിക്ക വരുത്തിവെച്ച ദുരിതങ്ങൾ അവർ മറക്കരുതെന്നുമാണ് അദ്ദേഹത്തിന്റെ കർശനമായ മുന്നറിയിപ്പ്. ലോക പോലീസുകാരൻ ചമഞ്ഞ് ഇറാനിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുന്നത് അത്യന്തം സങ്കീർണവും തിരിച്ചടി ഉണ്ടാക്കുന്നതുമായ ഒന്നായിരിക്കുമെന്ന് മുള്ളൻ ഓർമ്മിപ്പിക്കുന്നു. ABC ന്യൂസിന്റെ പ്രശസ്തമായ ദിസ് വീക്ക് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അഡ്മിറൽ മൈക്ക് മുള്ളൻ അമേരിക്കയുടെ വിദേശ നയങ്ങളിലെ പാളിച്ചകളെയും ഇറാൻ അജണ്ടയിലെ അപകടങ്ങളെയും കുറിച്ച് അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. വെറുമൊരു നിരീക്ഷണം എന്നതിലുപരി പതിറ്റാണ്ടുകളായി അമേരിക്കൻ സൈനിക നീക്കങ്ങളെ നയിച്ച ഒരാളുടെ കുറ്റസമ്മതം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ജനാധിപത്യം സ്ഥാപിക്കാമെന്ന പേരിൽ അമേരിക്ക നടത്തിയ സൈനിക ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് വൻ പരാജയങ്ങളായി മാറിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഈ രാജ്യങ്ങളിൽ ഭരണാധികാരികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞെങ്കിലും അതിനുശേഷം അവിടെ നിലവിൽ വന്ന രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങൾ നിയന്ത്രിക്കാനോ സ്ഥിരതയുള്ള ഒരു ഭരണകൂടം കെട്ടിപ്പടുക്കാനോ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. പകരം ആ രാജ്യങ്ങൾ കൂടുതൽ അരാജകത്വത്തിലേക്കും ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും വഴുതി വീഴുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നേരിട്ട ഈ കൈപ്പേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സമാനമായൊരു നീക്കം ഇറാനിൽ പരീക്ഷിക്കുന്നത് അത്യന്തം വിനാശകരമായിരിക്കുമെന്ന് മുള്ളൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ കരുത്തുറ്റ സൈനിക വ്യൂഹത്തെയും സങ്കീർണമായ ആഭ്യന്തര രാഷ്ട്രീയത്തെയും അവഗണിച്ച് അവിടെ ഒരു ഭരണമാറ്റം ലക്ഷ്യമിടുന്നത് അമേരിക്കയെ മറ്റൊരു തീരാക്കെണിയിൽ ചെന്ന് ചാടിക്കുമെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ഇറാനിൽ ഭരണമാറ്റം സാധ്യമാകുമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ അമേരിക്ക ഇടപെടണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇറാനിയൻ ജനത നിരുപാധികമായി കീഴടങ്ങണമെന്ന ആവശ്യം വരെ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടാലും അത് മാത്രം ഒരു ഭരണകൂടം തകർന്നുവെന്നതിന് തെളിവാകില്ലെന്ന് മുള്ളൻ മുന്നറിയിപ്പ് നൽകി. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനവും സൈനിക ശക്തിയും അതിന്റെ നേതാവിനേക്കാൾ ഏറെ സങ്കീർണമായ ഘടകങ്ങളാൽ നിർമ്മിതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനിലെ ഭരണകൂടം നിലനിൽക്കാൻ വേണ്ടതെല്ലാം ചെയ്യാൻ തയ്യാറാകുമെന്ന് മുള്ളൻ വിലയിരുത്തുന്നു. നേതൃനഷ്ടമുണ്ടായാലും ആ രാജ്യത്തിന്റെ സൈനിക സംവിധാനവും രാഷ്ട്രീയ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നിടത്തോളം ഭരണകൂടം തകർന്നു പോകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിനാൽ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ വെറും സൈനിക നടപടികളിലൂടെ സാധ്യമാകില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിനിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നതായും ആശങ്ക ഉയരുന്നു. യുദ്ധം ഇതിനകം തന്നെ 10ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ പ്രതികാര നടപടികൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉടനീളം വ്യാപിക്കുകയാണ്. യുദ്ധങ്ങൾ ഒരിക്കൽ ആരംഭിച്ചാൽ അവ എങ്ങനെ വികസിക്കുമെന്ന് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് മുള്ളൻ മുന്നറിയിപ്പ് നൽകി. തുടക്കത്തിൽ ചെറിയ സംഘർഷമായി തോന്നിയ കാര്യങ്ങൾ പിന്നീട് വലിയ പ്രാദേശിക യുദ്ധങ്ങളായി മാറിയ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിരവധിയുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ സംഘർഷത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതിനകം തന്നെ ലോകം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിനായുള്ള പ്രധാന കടൽപാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ചലനമുണ്ടായി. എണ്ണയും ഇന്ധനവും വില ഉയരാൻ തുടങ്ങി. ഇതോടെ മിഡിൽ ഈസ്റ്റിലെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലകൾക്കും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ടൂറിസം, വ്യാപാരം, സാധാരണ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ സൈനിക രംഗത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകളിലും അതിന്റെ ആഘാതം വ്യാപിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് മുള്ളൻ അഭിപ്രായപ്പെട്ടു. അതേസമയം അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയ തലത്തിലും ഈ യുദ്ധത്തെ ചുറ്റിപ്പറ്റി ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പല നേതാക്കളും ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിമർശനങ്ങളെക്കാൾ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നതുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മുള്ളൻ അഭിപ്രായപ്പെട്ടു. അമേരിക്ക ഈ സംഘർഷത്തിൽ എങ്ങനെ പ്രവേശിച്ചു, എന്തുകൊണ്ടാണ് ഈ നീക്കം നടന്നത് എന്ന ചർച്ചകൾ തുടരുമെങ്കിലും ഇപ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് യുദ്ധത്തിന്റെ വ്യാപനം എങ്ങനെ നിയന്ത്രിക്കാമെന്ന കാര്യമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ.